കോയിലിലേക്ക് നമുക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിലെ കപ്പാസിറ്റർ ആണ് പഠിച്ചത്. നമുക്ക് കോയിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോയിലിന്റെ യൂണിറ്റ് ഹെൻറിയാണ്. ജോസഫ് ഹെൻറി എന്ന ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥമാണ് കോയിൽ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഹെൻറി ആയി കൊടുത്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, കോയില് നമ്മൾ കപ്പാസിറ്ററിൽ പറഞ്ഞ കപ്പാസിറ്ററിലെ ചാർജ് സംഭരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് എങ്കിൽ കോയിലിൽ ഇൻഡക്ടർ വരുമ്പോൾ അത് ചാർജ് സംഭരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാണ്. നമ്മൾ കോയിലിലേക്ക് ഒരു സർക്യൂട്ട്, ജസ്റ്റ് ഒരു സർക്യൂട്ടിലേക്ക് നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിന് ആ വോൾട്ടേജ് പോകുന്നതിനനുസരിച്ച് ഒരു ചെറിയ പ്രതിരോധം, അതിനെ ചെറുക്കാനുള്ള, ആ സർക്യൂട്ടിൽ വരുന്ന വോൾട്ടേജിന് വരുന്ന അല്ലെങ്കിൽ കറണ്ടിന് വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ആ സർക്യൂട്ടിന് അതിനെ ചെറുക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇതിപ്പോ ഒരു ലോഹ തകിടാണെങ്കിൽ കൂടി ഒരു ചെറിയൊരു കമ്പിയോ അല്ലെങ്കിൽ കോപ്പറോ അയണോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും എല്ലാത്തിനും ആ ഒരു കഴിവുണ്ട്. കറണ്ടിൽ വരുന്ന വ്യത്യാസത്തെ തത്സമയം അതിനെ ഒന്ന് പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് എല്ലാ ലോഹങ്ങൾക്കും ഉണ്ട്. അത് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ടൻസ് എന്നാണ് പറയുന്നത്. സെൽഫ് ഇൻഡക്ടൻസ് ഈ കോയിൽ അല്ലെങ്കിൽ ഒരു കമ്പി നമ്മൾ ചുരുട്ടി വെക്കുകയാണെങ്കിൽ സെൽഫ് ഇൻഡക്ടൻസ് വർദ്ധിക്കും. ഈ പറയുന്ന കറണ്ടിന്റെ ആ ഒരു തത്സമയ കറണ്ടിന്റെ മാറ്റങ്ങളെ ചെറുക്കാനുള്ള ഒരു കഴിവ് ഇൻഡക്ടൻസ് കോയിൽ ആ ഒരു കമ്പി ചുരുട്ടി വെക്കുകയാണെങ്കിൽ അത് കുറച്ച് കൂടുതലാവും. അപ്പൊ കമ്പി ഇങ്ങനെ ചുറ്റി ഉണ്ടാക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ഇൻഡക്ടർ അഥവാ കോയിൽ. ഇപ്പം ഇതൊരു അയൺ കോർ ആണെന്ന് വിചാരിക്കുക. ഇതൊരു അയൺ കോർ ആണെങ്കിൽ ആ അയൺ കോറിലേക്ക്, കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുറ്റാൻ വേണ്ടി എടുക്കുന്ന സംഭവമാണ്. അതിപ്പോ എയർ കോറും ഉണ്ട്, അതായത് എന്തെങ്കിലും ഒന്നിലല്ലാതെ ചുമ്മാ ചുറ്റി വെക്കുന്നതും ഉണ്ട്. അത് എയർ കോർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു അയൺ കോർ ആണ്, ഒരു കമ്പിയാണ്. ഇതിലേക്ക് നമ്മൾ ഇത് ചുറ്റി കഴിഞ്ഞാൽ, അതായത് ഒരു കമ്പി ചുറ്റി കഴിഞ്ഞാൽ, ഇതുപോലെ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ അത് കോയിലായി മാറി. അങ്ങനെയാണ് കോയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, കോയിൽ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഇതുപോലെ ഇങ്ങനെ ചുറ്റിയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കോയിൽ ഉണ്ടാകുന്നത്. ഒരു കോറിൽ, ആ കോറിലേക്ക് ഒരു കമ്പി ചുറ്റി വയ്ക്കും. ഇത്രയേ ഉള്ളൂ കോയിൽ. അപ്പൊ എന്താണ് അതിന് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സെൽഫ് ഇൻഡക്ടൻസ് അത് വർദ്ധിക്കും. സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറണ്ടിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് വർദ്ധിക്കും മാഗ്നറ്റിക് ഫീൽഡിലേക്ക്. അപ്പൊ പിന്നെ ഒരു ഇതുണ്ട്, കോയിലിന് ഒരു മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്ന ഉണ്ട്. അതായത് കോയിലിലേക്ക് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോയിലിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. കോയിലിന്റെ ചില സ്വഭാവങ്ങളാണ് പറഞ്ഞിരുന്നത്, മനസ്സിലാക്കുക. അതായത് കോയിലിന് സെൽഫ് ഇൻഡക്ടൻസ് ഉണ്ട്. അതായത് കറണ്ട് കടത്തിവിടുമ്പോൾ കറണ്ടിനെ പ്രതിരോധിക്കാണ്, കറണ്ടിന് വരുന്ന മാറ്റങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് കോയിലിനുണ്ട്. കോയിലിലേക്ക് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് പ്രഭാവം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കോയിലിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഇതിന്റെ അടുത്ത് നമ്മൾ വേറൊരു കോയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ആ കോയിലിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന കമ്പോണന്റ് ഉണ്ടാക്കുന്നത്. അതായത് വോൾട്ടേജിനെ ഡൗൺ ചെയ്യാനും അല്ലെങ്കിൽ അപ്പ് ചെയ്യാനും എല്ലാം നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. കോയിലിലേക്ക് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, അവിടെ വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അരികിലായിട്ട് നമ്മൾ മറ്റൊരു കോയിൽ സെറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് ഇതിലേക്ക് വരും. അപ്പൊ ഈ കോയിലിന്റെ ചുറ്റിനനുസരിച്ച് നമുക്ക് എന്താണ് വോൾട്ടേജിൽ വ്യത്യാസം വരുത്താം. വോൾട്ടേജ് ചുറ്റ് കുറച്ചിട്ട് നമുക്ക് വോൾട്ടേജ് കൂട്ടാം, ചുറ്റ് കൂട്ടി നമുക്ക് വോൾട്ടേജ്, ചുറ്റ് കുറച്ച് നമുക്ക് വോൾട്ടേജ് കുറയ്ക്കാം, ചുറ്റ് കൂട്ടി നമുക്ക് വോൾട്ടേജ് കൂട്ടാം. ഓക്കെ, ഇനി കപ്പാസിറ്ററിൽ നമ്മൾ പറഞ്ഞൊരു സംഭവം ഉണ്ട്. കപ്പാസിറ്റർ DC വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യുകയും AC യെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോയിൽ AC യെ ബ്ലോക്ക് ചെയ്യുന്നു, DC വോൾട്ടേജിനെ കടത്തിവിടുന്നു. കോയിലിലേക്ക് നമ്മൾ ഒരു AC വോൾട്ടേജ് നൽകി കഴിഞ്ഞാൽ അവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇതിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നോട്ട് ചെയ്തതിൽ സ്പെല്ലിങ്ങിൽ ചെറിയ ഒരു വ്യത്യാസം. ഓക്കെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് ഒരു ബാക്ക് EMF ആണ് രൂപപ്പെടുക. അതായത് AC വോൾട്ടേജ് കോയിലിൽ കൂടി കടന്നു പോകാറില്ല.
നമ്മൾ പറഞ്ഞു കപ്പാസിറ്ററിന് തുടക്കം എന്നത് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് വന്നിട്ട് പിന്നെ എന്താവും, അത് ഓപ്പൺ ആയി മാറും. അതേപോലെയാണ് കോയിൽ ആദ്യം ഒന്ന് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് മാറിയിട്ട് പിന്നെ അത് DC ആയിട്ട് പതുക്കെ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ AF ചോക്ക്, RF ചോക്ക് മുതലായവ കേട്ടിട്ടുണ്ടാവും. അതായത് ആഡിയോ ഫ്രീക്വൻസി സിഗ്നലുകളെ ബ്ലോക്ക് ചെയ്യുന്ന, അതായത് 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് 20 കിലോ ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസിയെ തടഞ്ഞു നിർത്തുവാൻ കഴിവുള്ള ചോക്കുകളാണ് AF ചോക്കുകൾ. കോയിൽ ആ ഒരു രീതിയിൽ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതാണ്. RF ചോക്ക്, റേഡിയോ ഫ്രീക്വൻസി ചോക്ക്, അതായത് 20 കിലോ ഹെഡ്സ് മുതൽ 30 മെഗാ ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യാൻ കഴിവുള്ള ചോക്കുകളാണ് RF ചോക്ക്. അപ്പൊ നമ്മൾ കോയിലിനെ സംബന്ധിച്ച് പ്രധാനമായിട്ട് പറഞ്ഞത് കോയിലിന്റെ സ്വഭാവങ്ങളാണ്. അതായത് കോയിൽ നമ്മൾ നോർമൽ ഒരു കമ്പിയിലേക്ക് തന്നെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറണ്ടിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് അതിനെ ഇൻഡക്ട് ചെയ്യാനുള്ള, അഥവാ ഒരു സെൽഫ് ഇൻഡക്റ്റൻസ്, ഒരു പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് എന്തിനുണ്ട്, ഒരു കമ്പിക്കുണ്ട്. അതിനെ നമ്മൾ ചുരുട്ടി വെക്കുമ്പോൾ അത് കൂടും. മാത്രമല്ല അവിടെ മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടും. ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് കോയിൽ എന്താണ് ഊർജം സംഭരിക്കുന്നത്. നമ്മുടെ കപ്പാസിറ്ററിലെ ഇലക്ട്രിക് ഫീൽഡിലാണ് പറഞ്ഞുവെങ്കിൽ കോയിലിൽ അത് മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുന്നതിന്റെ അടുക്ക്, അതായത് ഒരു മാഗ്നറ്റിക് പ്രഭാവം ഉണ്ടാവും, ഒരു ഫ്ലക്സ് അവിടെ ഉണ്ടാവും. ആ ഫ്ലക്സിന്റെ അടുക്കിലേക്ക് നമ്മൾ മറ്റൊരു കോയിൽ വെച്ച് കഴിഞ്ഞാൽ ആ കോയിലിലേക്ക് ഇതിന് ട്രാൻസ്ഫർ ആവും. ഓക്കെ, പിന്നെ AC കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, AC കടത്തി വിട്ടാൽ ACയെ കോയിൽ ബ്ലോക്ക് ചെയ്യും, DCയെ മാത്രമേ കടത്തി വിടുകയുള്ളൂ. ഇൻഡക്ടർ വഴി AC വോൾട്ടേജ് കടത്തിവിടുമ്പോൾ ഉണ്ടാവുന്ന പ്രതിരോധത്തെയാണ് നമ്മൾ എന്താണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് വഴി AC വോൾട്ടേജ് കടത്തിവിടുമ്പോൾ ഇൻഡക്ടർ AC ബ്ലോക്ക് ചെയ്യും, AC വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യുന്നു, DC വോൾട്ടേജിനെ കടത്തിവിടുന്നു. കപ്പാസിറ്റർ പറഞ്ഞത് ഓർമ്മ വേണം, DC വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യും, ACയെ കടത്തിവിടും കപ്പാസിറ്റർ. കോയിൽ വരുമ്പോൾ AC വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യുന്നു, DC വോൾട്ടേജിനെ കടത്തിവിടുന്നു. അതാണ് കപ്പാസിറ്റർ. കോയിലിലേക്ക് നമ്മൾ ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാക്ക് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അതായത് വോൾട്ടേജ് ആണ്. ബാക്ക് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവേഴ്സ് വോൾട്ടേജ്, ബാക്ക് EMF ഒരു റിവേഴ്സ് വോൾട്ടേജ് ഉണ്ടാകും. ഓക്കെ, ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനം പറഞ്ഞ് മ്യൂച്വൽ ഇൻഡക്ടൻസ് വഴിയാണ് ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്നത്. അതായത് ഒരു കോയിലിലേക്ക് നമ്മൾ വോൾട്ടേജ് കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന കാന്തിക പ്രഭാവത്തിന്റെ അരികിലേക്ക് മറ്റൊരു കോയിൽ വെക്കുമ്പോൾ ഈ ഒരു പ്രഭാവം ഇതിലേക്ക് മറ്റു കോയിലിലേക്ക് ട്രാൻസ്ഫർ ആകും. ഓക്കെ, അപ്പൊ ബേസിക്കലി ഇത്രയുമാണ് ഇൻഫർമേഷൻസ്. പിന്നെ ഒരു കോറിലേക്കാണ് നമ്മൾ കോയിൽ ചുറ്റി ഉണ്ടാക്കുന്നത്. ആ കോർ എയർ കോർ ആവാം, പിന്നെ അയൺ കോർ ആവാം, അതുപോലെ നമുക്ക് ഏത് കോർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു അയൺ കോറിലേക്ക് ഒരു കോയിൽ ചുറ്റി ഉണ്ടാക്കുന്ന ഒരു പിക്ചർ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിക്ചർ വരച്ചത് അത്ര ക്ലിയർ അല്ല, അത് ക്ഷമിക്കുക. ഓക്കെ, അപ്പം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളൊരു കോയിലിന്റെ പ്രവർത്തന രീതികളും പറഞ്ഞത്. കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പിയാണ്. ആ കമ്പി ചുറ്റി വെക്കുന്നതാണ് കോയിൽ എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ ഒരു കോർ കൂടെ ആഡ് ചെയ്ത്, അതായത് അതിൽ ഒരു കോറിന്റെ മുകളിൽ നമ്മൾ അതിനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കോയിലായി. അതിനെ വെക്കുന്നതിനനുസരിച്ച്, നമ്മൾ വെക്കുന്ന കോറിനനുസരിച്ചാണ് കോയിലിന്റെ പേര് വരുന്നത്. നമ്മളത് മുമ്പ് പറഞ്ഞു, കപ്പാസിറ്ററിൽ നമ്മൾ ഇൻസുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കപ്പാസിറ്ററിന്റെ പേര് പറയുന്നത്. നമുക്ക് ഒരു കോയിലിന്റെ പേര് പറയുന്നത് അയൺ കോർ എന്ന് പറയും, ഫെറൈറ്റ് ബീഡ് കോർ എന്ന് പറയും. അത് ഈ കോറിനനുസരിച്ച് ആണ് കോയിലിന്റെ പേരുകൾ നിശ്ചയിക്കപ്പെടുന്നത്. ഓക്കെ, പിന്നെ റേഡിയോ ഫ്രീക്വൻസിയെ ഇപ്പൊ RF കോയിൽ, AF കോയിൽ എന്നെല്ലാം പറയുന്നത് റേഡിയോ ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യുന്ന കോയിലിനെയാണ് നമ്മൾ RF കോയിൽ എന്നും, പിന്നെ AF കോയിൽ എന്ന് പറഞ്ഞാൽ ആഡിയോ ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യുന്ന കോയിലിനെയുമാണ് പറയുന്നത്. അപ്പം മാനുഫാക്ചറിങ്ങിനനുസരിച്ച് കോയിലിന് വ്യത്യാസം വരും. അപ്പൊ ഈ കോയിലിനെ സംബന്ധിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻസ് ഇത്രയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. പ്രധാനമായിട്ട് അറിയേണ്ടത് ACയെ ബ്ലോക്ക് ചെയ്യുകയും DCയെ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. കോയിലിലേക്ക് നമ്മൾ ഒരു AC വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് EMF ഉണ്ടാകും. ഈ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. യൂണിറ്റ് ഹെൻറി ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം. നമ്മുടെ കോഴ്സിന് അനിവാര്യമായ ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. നമ്മൾ ഇവിടെ കാണാം, ഈ കാണുന്നതാണ് RF കോയിൽ, റേഡിയോ ഫ്രീക്വൻസി കോയിൽ. മൊബൈൽ ഫോണിൽ വരുന്ന RF കോയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ബ്ലാക്കും വൈറ്റും ചേർന്ന് വരും, ഗ്രീനും ബ്ലാക്കും ചേർന്ന് വരും.
AF കോയിൽ പഴയ ഫോണുകളിൽ ആഡിയോ സെക്ഷനുകളിൽ യൂസ് ചെയ്തിരുന്ന AF കോയിൽ, ആഡിയോ ഫ്രീക്വൻസി കോയിൽ ഇതാണ്. ബക്ക് കോയിൽ ഓർ ഫിൽറ്ററിംഗ് കോയിൽ. ബക്ക് കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിനെ കുറച്ചു കൊടുക്കുന്ന കോയിൽ. ഇൻപുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കുറച്ചു കൊടുക്കുന്ന കോയിലുകൾ, അതായത് SMPS വോൾട്ടേജ്, മൊബൈൽ ഫോണിലെ SMPS വോൾട്ടേജുകൾ വരുന്ന പാത്തിലെല്ലാം ബക്ക് കോയിൽ ഉണ്ടാവും. ആംബിയർ കൂട്ടി കൊടുക്കുകയും വോൾട്ടേജ് കുറച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ അറേ കോയിൽ, മറ്റ് കപ്പാസിറ്ററിലും റെസിസ്റ്ററിലും എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒന്നിലധികം കോയിലുകൾ ഒരുമിച്ച് വരുന്നതാണ് അറേ കോയിൽ. RF ട്രാൻസ്ഫോമർ, റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ, റേഡിയോ സിഗ്നലിന്റെ ഭാഗത്ത്, അതായത് നെറ്റ്വർക്ക് സംബന്ധമായ ഭാഗത്ത് വരാറുണ്ട് മൊബൈൽ ഫോണിൽ RF ട്രാൻസ്ഫോമർ. പിന്നെ ബൂസ്റ്റിംഗ് കോയിൽ അറിയാലോ, നമ്മുടെ ബാക്ക് ലൈറ്റ് സെക്ഷനിലും മറ്റും വരുന്നതാണ് ബൂസ്റ്റിംഗ് കോയിൽ. ഇൻപുട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കൊടുക്കുന്നിടത്ത് വരുന്ന കോയിലാണ് ബൂസ്റ്റിംഗ് കോയിൽ. വോൾട്ടേജ് അപ്പ് ചെയ്ത് കൊടുക്കും. ബക്ക് കോയിൽ വോൾട്ടേജ് കുറച്ചു കൊടുക്കും. ബൂസ്റ്റിംഗ് കോയിൽ കറണ്ട് കുറയ്ക്കും, വോൾട്ടേജ് അപ്പ് ചെയ്യും. ബക്ക് കോയിൽ വോൾട്ടേജ് കുറയ്ക്കും, കറണ്ട് അപ്പ് ചെയ്യും. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് കോയിലിനെ പറ്റി ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ ക്ലാസ്സുകളുടെയും ഈ കോഴ്സുകളുടെയും എല്ലാം കാര്യങ്ങളുടെ ഏറ്റവും കൺക്ലൂഷൻ നമുക്ക് ലാസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തണം. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ റെസിസ്റ്റർ അല്ല, കറണ്ട് മുതൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മെമ്മറിയിൽ എടുത്ത് അല്ലെങ്കിൽ ഇത് കേട്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്തിരിക്കണം. അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാകും. നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ക്ലാസ് ഞാൻ ഇടുന്നുണ്ട്. ആ കൺക്ലൂഷൻ ക്ലാസ്സും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ഐഡിയ അങ്ങ് കിട്ടും. നമുക്ക് ഇത് ഇന്ന കാര്യങ്ങൾക്കാണ് വരുന്നതെന്നും അറിയണം, ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നും, ചെക്ക് ചെയ്യുമ്പോൾ മൾട്ടിമീറ്ററിൽ എന്താണ് കാണിക്കേണ്ടതെന്നും അറിയണം. അങ്ങനെ അറിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഓക്കെ.